ഗുഡ് ഈവനിങ് എഞ്ചിനീയേഴ്സ്. ഓൾട്ടിയം PCB ഡിസൈനിങ്ങിനെ പറ്റി പഠിപ്പിക്കുന്ന എൻ്റെ മറ്റൊരു വീഡിയോ ട്യൂട്ടോറിയലിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ് കൊണ്ട് നമ്മൾ PCB ഡിസൈനിങ് പ്രോസസ്സിനെ പറ്റിയൊക്കെ എല്ലാം നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി മുതൽ നമുക്ക് PCB ഡിസൈനിങ് സോഫ്റ്റ്വെയറുകളെ പറ്റിയും അതിനകത്ത് എങ്ങനെയാണ് PCB ഡിസൈൻ ചെയ്യുന്നതും എന്നുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ PCB മേക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് ട്രാക്സും പാഡുകളും ഒക്കെ ഉണ്ട് എന്ന് നമുക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ട്. അതായത് ട്രാക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പോണൻസിന്റെ ലീഡുകൾ തമ്മിൽ ഇലക്ട്രിക്കൽ കണക്ഷൻസ് കൊടുക്കുന്ന കണ്ടക്റ്റീവ് ആയിട്ടുള്ള ലെയർ ആണ് ട്രാക്കുകൾ എന്നുള്ള കാര്യം. അതുപോലെ തന്നെ പാഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പോണന്റുകൾ PCB ബോർഡിൽ സോൾഡർ ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പേസ് ആണ് പാഡ്സ് എന്ന് പറയുന്നത്. ആ പാഡ്സ് തന്നെ ത്രൂ ഹോൾ പാഡ് ഉണ്ട്, SMD പാഡ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കി. അതോടൊപ്പം തന്നെ PCB ഡിസൈനിങ് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് നമ്മൾ ഈ ട്രാക്കുകളും പാഡുകളും ക്രിയേറ്റ് ചെയ്യുകയാണ് ആക്ച്വലി ചെയ്യുന്നത്. അതായത് വെർച്വൽ ആയിട്ട് ഈ ട്രാക്കുകളുടെയും പാഡുകളുടെയും ഒരു ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് ഡ്രോയിങ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഫയലുകൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ PCB ഡിസൈനിങ് സോഫ്റ്റ്വെയറുകൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ PCB ഡിസൈനിങ് സോഫ്റ്റ്വെയറുകളിൽ ഓൾട്ടിയം എന്ന് പറയുന്നത് ഒരു ഇന്ന് ഇൻഡസ്ട്രിയിൽ ഫ്ലറിഷ് ചെയ്തിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയറുകൾ മാത്രമാണ്. ഇതുപോലെ ഒത്തിരിയധികം സോഫ്റ്റ്വെയറുകളുണ്ട്. അതായത് ഈഗിൾ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഉണ്ട്, അത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അതുപയോഗിച്ചും നിങ്ങൾക്ക് ഇതേ കണക്ക് ട്രാക്കുകളും പാഡുകളും അല്ലെങ്കിൽ PCB ഡിസൈൻ ചെയ്യാവുന്നതാണ്. അത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. പക്ഷെ അത് സാധാരണയായി ഇൻഡസ്ട്രീസിൽ അത് ചൂസ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ ഓൾട്ടിയം നിങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈഗിൾ എന്ന് പറഞ്ഞതുപോലെ തന്നെ പ്രോട്ടിയസ് ഉണ്ട്, നമ്മളിപ്പോൾ പഠിക്കുന്ന ഓൾട്ടിയം ഉണ്ട്, അതുപോലെ തന്നെ ഓർക്കാഡ് ഉണ്ട്. അങ്ങനെ അനേകം PCB ഡിസൈനിങ് സോഫ്റ്റ്വെയറുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് ചിലത് ഫ്രീ ആണ്, കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഈഗിൾ എന്നൊക്കെ പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ തന്നെയാണ്. ചിലത് പെയ്ഡ് വേർഷൻസ് ആണ്. പെയ്ഡ് വേർഷൻസ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് നമ്മൾ മലയാളികളുടെ അടുത്ത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ നമ്മൾ എങ്ങനെയാണ് പെയ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഒക്കെ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം. ആ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഈ സോഫ്റ്റ്വെയറുകളും ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അതുമാത്രമല്ല ഈ ഓൾട്ടിയം അല്ലെങ്കിൽ ഈ പെയ്ഡ് വേർഷൻസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ അവർ കുറച്ചൊരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിൽ അവർ ഫ്രീ ആയിട്ട് നമുക്ക് അവരുടെ പ്രോഡക്റ്റ് തരുന്നുണ്ട്. ഒരു 30 days ട്രയൽ വേർഷൻ എന്നുള്ള രീതിയിലൊക്കെ തരുന്നുണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ലീഗലായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. PCB ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സോഫ്റ്റ്വെയറുകളിൽ ഒരെണ്ണം മാത്രമാണ് ഓൾട്ടിയം എന്ന് നമുക്ക് വ്യക്തമായി തന്നെ മനസ്സിലായി കഴിഞ്ഞു. ഇനി ഈ ഓൾട്ടിയം സോഫ്റ്റ്വെയറിൽ ഡിഫറെൻറ്റ് ലെവൽസ് ഉണ്ട്. അതായത് ആ ഒരു ഡിഫറെൻറ്റ് ലെവൽസ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ലോവർ എൻഡ് ഉണ്ട്, മെയിൻ സ്ട്രീം ഉണ്ട്, ഹൈ എൻഡ് ഉണ്ട്. ഈ ലോവർ എൻഡിൽ സർക്യൂട്ട് മേക്കർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ മെയിൻ സ്ട്രീമിൽ സർക്യൂട്ട് സ്റ്റുഡിയോ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഹൈ എൻഡ് ഓൾട്ടിയം ഡിസൈനർ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് മൂന്ന് ഡിഫറെൻറ്റ് സോഫ്റ്റ്വെയറുകളാണ്. ഈ ട്രയാങ്കിളിൽ കാണുന്നത് പോലെ തന്നെ കൂടുതൽ ബിഗിനേഴ്സും അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള ആൾക്കാരും അല്ലെങ്കിൽ ലോവർ പ്രൈസ് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരും എല്ലാം സർക്യൂട്ട് മേക്കർ ആണ് ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞിട്ടുള്ളതാണ് സർക്യൂട്ട് സ്റ്റുഡിയോ. അതും കഴിഞ്ഞിട്ടുള്ളതാണ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതാണ് ഓൾട്ടിയം ഡിസൈനർ എന്ന് പറയുന്നത്. നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ഓൾട്ടിയം ഡിസൈനർ തന്നെയാണ്. ബാക്കിയുള്ള സോഫ്റ്റ്വെയറിലും ഇതിനകത്ത് ഡിസൈൻ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഡിസൈനിങ്ങും കാര്യങ്ങളും എല്ലാം. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ മറ്റേത് ഈസി ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അതുമാത്രമല്ല ഇതിന്റെ പ്രൈസുകൾ തമ്മിൽ വേരിയേഷൻസ് ഉണ്ട്. ഇപ്പോൾ സർക്യൂട്ട് മേക്കറിന് ഏറ്റവും ലോവർ എൻഡിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ ലോ പ്രൈസ് ആയിരിക്കും. അതുപോലെ തന്നെ പ്രൈസ് കുറയുമ്പോൾ അതിൻ്റെ ഫെസിലിറ്റികളും കുറവായിരിക്കും. അതുപോലെ തന്നെ സർക്യൂട്ട് സ്റ്റുഡിയോയിൽ മീഡിയം പ്രൈസ് ആയിരിക്കും. അതായത് സർക്യൂട്ട് മേക്കറിനെക്കാട്ടിൽ കുറച്ചുകൂടി പ്രൈസ് കൊടുക്കേണ്ടി വരും നമ്മൾ സർക്യൂട്ട് സ്റ്റുഡിയോ വാങ്ങിച്ച് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ. സർക്യൂട്ട് മേക്കറിനെക്കാട്ടിൽ കുറച്ചുകൂടി ഫെസിലിറ്റി സർക്യൂട്ട് സ്റ്റുഡിയോയ്ക്ക് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഓൾട്ടിയം ഡിസൈനറിന് ഇത് രണ്ടിനെയും അപേക്ഷിച്ച് കുറച്ചുകൂടി ഫെസിലിറ്റി ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ കുറച്ചുകൂടി എക്സ്പെൻസീവും ആയിരിക്കും. ഓൾട്ടിയം ഡിസൈനർ ആണ് മിക്കവാറും ഇൻഡസ്ട്രീസ് പ്രിഫർ ചെയ്ത് ഞാൻ കണ്ടിട്ടുള്ളത്. ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് നമുക്കിനി ഓൾട്ടിയം ഡിസൈനർ സോഫ്റ്റ്വെയറുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനെ പറ്റി മനസ്സിലാക്കണം.
അപ്പം ഫ്രീ ട്രയൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഗൂഗിളിൽ വന്നിട്ട് Altium ഫ്രീ ട്രയൽ എന്ന് പറഞ്ഞ് എൻ്റർ ചെയ്യുക. അപ്പോഴത്തേക്കും നമുക്കിവിടെ Altiumത്തിൻ്റെ തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ലഭ്യമാണ്. ആ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും എന്താ ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും വരുന്നത്. അതിനകത്ത് 1-2 ആൻസറുകൾ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും വരുന്നത്. ഇതിനകത്ത് നമ്മളുടെ പേരും ഡീറ്റെയിൽസും നമ്പരും എല്ലാ ഇൻഫർമേഷൻസും കൊടുത്തു കഴിഞ്ഞ് നെക്സ്റ്റ് അടിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഫൈനൽ വിൻഡോയിൽ നിങ്ങൾക്ക് ഡൗൺലോഡിംഗ് വിൻഡോ അപ്പിയർ ആവുന്നതാണ്. ആ ഡൗൺലോഡിംഗ് വിൻഡോയിൽ നിന്നും നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് ട്രയൽ വേർഷൻ 30 days ആണെന്ന് തോന്നുന്നു, ആ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് 30 ദിവസത്തെ ട്രയൽ പീരീഡിൽ നിങ്ങൾക്ക് ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഇല്ലീഗലായിട്ടുള്ള ഒരു മെത്തേഡ് ഞാനിവിടെ സജസ്റ്റ് ചെയ്യുന്നില്ല. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. അറിയില്ലെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ചെയ്താൽ മതി, തീർച്ചയായും നിങ്ങൾക്ക് ആൻസർ ലഭിക്കുന്നതാണ്. ഇനി അതല്ല, നിങ്ങൾക്കിത് ഇൻസ്റ്റലേഷൻ, അതായത് ഡൗൺലോഡ് ചെയ്ത് എങ്ങനെയാണ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് പഠിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്ത് ചോദിക്കുക. നിങ്ങൾക്ക് തീർച്ചയായും ഞാൻ മറുപടി നൽകുന്നതാണ്. അപ്പോൾ ഇന്ന് ഇത്ര ഇൻഫർമേഷൻസ് ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദി. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.